നമസ്കാരം. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി സ്വർണ്ണവില നമ്മളെ ഭയപ്പെടുത്താതെ പതിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും സ്വർണത്തിന്റെ വില കൂടുന്നു എന്ന് നോക്കിയിരിക്കുന്നവരെ സംബന്ധിച്ച് ആശ്വാസകരമായ വാർത്തയായിരുന്നു ഉണ്ടായിരുന്നത്. കേരളത്തിൽ സ്വർണ്ണവില കുറഞ്ഞ നിരക്കിൽ തന്നെ ഇപ്പോൾ തുടരുകയാണ്. ഏതാണ്ട് 1100ഓളം രൂപയുടെ വർധനവ് വന്ന ശേഷം മൂന്നാം ദിനവും അതേ നിരക്കിൽ തന്നെയാണ് സ്വർണ്ണവില തുടരുന്നത്. ആഗോള വിപണിയിൽ കാര്യമായ വിലമാറ്റമില്ലാത്ത സാഹചര്യത്തിലാണ് കേരളത്തിലും സമാന സാഹചര്യമുള്ളത്. അതേസമയം ബുധനാഴ്ചയ്ക്ക് ശേഷം വിലയിൽ വലിയ മാറ്റം പ്രതീക്ഷിക്കണം എന്നാണ് വിപണിയിലെ നിരീക്ഷകർ പറയുന്നത്. ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ നിരക്ക് 58,280 രൂപയായിരുന്നു. ചൈനയിൽ നിന്നുള്ള ആവശ്യം സ്വർണത്തിന് കൂടി വന്നതാണ് വില വർദ്ധിക്കാൻ ഇടയാക്കിയത്. എന്നാൽ ചൈനീസ് വിപണിയിൽ ചില ആശങ്കകൾ ഇപ്പോഴും ബാക്കിയാണ്. ഉയർന്ന വിലയിൽ നിന്ന് 2 ദിവസമായി ഇടിഞ്ഞ പവന് 57,120 രൂപ എന്ന നിരക്കിലേക്ക് എത്തിയിരുന്നു. ആഭരണം വാങ്ങുമ്പോൾ ഈ തുക മതിയാകില്ല എന്നതും ഓർക്കേണ്ട ഒരു കാര്യമാണ്. കേരളത്തിൽ ഇന്ന്, അതായത് ഡിസംബർ മാസം 16-ാം തീയതി, പവൻ സ്വർണത്തിന് 57,120 രൂപയും ഗ്രാം സ്വർണത്തിന് 7,140 രൂപയുമാണ് വില. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 5,895 രൂപയാണ് നൽകേണ്ടത്. വെള്ളിയുടെ വില ഗ്രാമിന് 97 എന്ന നിരക്കിൽ തുടരാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായിട്ടുണ്ട്. ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന് നേരിയ മുന്നേറ്റം കാണുന്നുണ്ട്. $2,652 പുതിയ നിരക്ക്. ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങുമ്പോൾ 62,000 രൂപയ്ക്കടുത്ത് ചിലവ് വരും. പണിക്കൂലിയും GSTയും ഹോൾമാർക്കിംഗ് ചാർജും എല്ലാം കൂടി ഉപഭോക്താവ് ആഭരണം വാങ്ങുമ്പോൾ അധികമായി നൽകേണ്ട അവസ്ഥയാണുള്ളത്. മാത്രമല്ല, പണിക്കൂലി മിനിമം 5% താഴെപ്പോൾ കിട്ടാനുമില്ല. മാത്രമല്ല, അവരുടെ അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്ന നിരക്കിലായിരിക്കും പണിക്കൂലി തന്നെ നിശ്ചയിക്കുക. അത്തരത്തിൽ ഒരുപാട് കടമ്പകളാണ് സ്വർണം വാങ്ങാൻ പോകുന്ന ഒരാളെ കാത്തിരിക്കുന്നത്. പഴയ സ്വർണം ഇന്ന് വിൽക്കുന്നവർക്ക് 1,200 മുതൽ 2,000 രൂപ വരെ കുറച്ചുള്ള സംഖ്യ മാത്രമേ കിട്ടുകയുള്ളൂ. പഴയ സ്വർണം ജ്വല്ലറികൾ തിരിച്ചെടുക്കുക തങ്കത്തിന്റെ വില അടിസ്ഥാനമാക്കിയാണ്. അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് സംബന്ധിച്ച വിവരം ബുധനാഴ്ചയാണ് പുറത്തുവരിക. പലിശ നിരക്ക് അല്പം കുറച്ചേക്കും എന്നാണ് വിവരം. അങ്ങനെ സംഭവിച്ചാൽ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയുകയും സ്വർണ്ണവില വീണ്ടും കൂടുകയും ചെയ്തേക്കാം. പലിശ നിരക്ക് അതേപടി നിലനിർത്തിയാൽ സ്വർണത്തിൽ കാര്യമായ മാറ്റവും പ്രതീക്ഷിക്കേണ്ട. ആഗോള വിപണിയിലെ സ്വർണ്ണവില, മുംബൈ വിപണിയിലെ സ്വർണ്ണവില, ഡോളർ രൂപ നിരക്ക് വ്യത്യാസം എന്നിവ പരിശോധിച്ചാണ് ഓരോ ദിവസവും ജ്വല്ലറി വ്യാപാരികൾ വില നിലവാരം പുതുക്കുക. ലോകത്തിപ്പോൾ നിൽക്കുന്ന യുദ്ധ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലകളിലെ യുദ്ധ സാഹചര്യം അനുസരിച്ചും സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടമുണ്ടായേക്കാം. ഡോളർ സൂചിക ഇന്ന് 106.87 എന്ന നിരക്കിലേക്ക് താഴ്ന്നിട്ടുണ്ട്. അതേസമയം രൂപയുടെ മൂല്യം 84.84 എന്ന നിരക്കിലാണ് ഇപ്പോഴുള്ളത്. അധികം വൈകാതെ രൂപ 85-ൽ എത്തുമെന്നും പറയപ്പെടുന്നുണ്ട്. ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ വില കുതിക്കുകയാണ് എന്നതാണ് വിപണിയിലെ പ്രധാന മാറ്റം. ഒരു ബിറ്റ്കോയിന് $1,04,479 എന്ന നിരക്കിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നിയമവിരുദ്ധമാണ് ബിറ്റ്കോയിൻ ഇടപാട്. വില കൂടിയ സാഹചര്യത്തിൽ ഇടപാടുകൾ നടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. അന്വേഷണ ഏജൻസികൾ ഇക്കാര്യം സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. ക്രൂഡ് ഓയിൽ വില ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ബ്രന്റ് ക്രൂഡ് ബാരലിന് 74.26 ആണ് ഡോളർ വില. എന്തായാലും സ്വർണം വാങ്ങാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവർ ഇനി അധികം കാത്തിരിക്കേണ്ട, പരമാവധി ഇന്ന് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. സ്വർണ്ണവിലയിൽ കുതിച്ചുകയറ്റം ഉണ്ടാകുമെന്ന ഈ രംഗത്തെ വിദഗ്ധർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഇനി ഒരു ഓപ്ഷനായി, പ്രത്യേകിച്ച് വിവാഹ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് സംബന്ധിച്ച അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്തുന്നത് വളരെ ഉചിതമായിരിക്കും. അതാകുമ്പോൾ ഇന്നത്തെ സ്വർണ്ണവില, ഇന്ന് ബുക്ക് ചെയ്യുന്ന സ്വർണത്തിന്റെ ഒരു വിഹിതം മാത്രം കൊടുത്താൽ മതി. ഭാവിയിൽ വില കൂടിയാലും കുറഞ്ഞാലും അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. ഭാവിയിൽ വില കൂടിയാൽ ഇന്നത്തെ കുറഞ്ഞ നിരക്കിൽ വാങ്ങാൻ സാധിക്കും. അതല്ല, ഇനി കുറയുകയാണെങ്കിൽ, ഭാവിയിൽ കുറയുകയാണെങ്കിൽ അതേ നിരക്കിൽ, അന്നത്തെ നിരക്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ അവസരമുണ്ട്. ഒരുപാട് ജ്വല്ലറികളാണ് ഈ ഒരു സ്കീം ഇപ്പോൾ സജീവമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഏർപ്പാടാക്കുന്നതും നല്ലത് തന്നെയായിരിക്കും.